കഴിഞ്ഞ ദിവസം കായലോട് ആൾക്കൂട്ട വിചാരണ നടത്തി SDPക്കാർ ചെയ്തിട്ടുള്ള സദാചാര ഗുണ്ടാ വിളയാട്ടം യഥാർത്ഥത്തിൽ SDP-യുടെ വികൃത മുഖമാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ഒന്നുകൂടി തുറന്നു കാണിച്ചിട്ടുണ്ട്. കായലോട് ഒരു കാറിന് സമീപം ആൺസുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെയും ഈ ആൺസുഹൃത്തിനെയും അവിടെ സാമൂഹ്യ വിചാരണ നടത്തി. ആ വിചാരണയുടെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ അപമാന ഭാരത്താലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ ചെയ്യുന്നതിനിടയായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഈ വിധത്തിൽ അപമാനിച്ചിട്ടുള്ള SDPIക്കാരുടെ പേര് ഉൾപ്പെടെയുള്ള സൂചനകൾ ആ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഈ സംഭവത്തിന് ശേഷം SDPIയുടെ 3 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിൽ ആൺസുഹൃത്തിനെ 7 മണിക്കൂർ നേരമാണ്, 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ വിടുന്നത്. ഭീകരമായി തല്ലി, ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തല്ലി, SDP-യുടെ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് തല്ലി, ഭീകരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി, ഈ ആൺസുഹൃത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത്. എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ വായിക്കാം. ഈ ആൺസുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം, ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത്: ഇവനാണ് ആ സഖാവ് റഹീസ്, 40 പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺസുഹൃത്ത് എന്ന് പറയുന്ന DYFIക്കാരൻ പിണറായിയിലെ പ്രമുഖ DYFI പ്രവർത്തകനാണ്. CPMൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽപ്പെട്ടവൻ. സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക. നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാരും ചതിക്കപ്പെടാതെ ഇരിക്കാൻ ജാഗ്രത പാലിക്കുക. ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും രണ്ടുമല്ല, നിരവധി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ സംഭവത്തിന് ഈ സ്ത്രീയുടെ ആൺസുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടല്ല ഞാനത് പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, ഇദ്ദേഹം CPMുമായിട്ട് ബന്ധമുള്ള ആളല്ല. അയാൾ കോൺഗ്രസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്.
ഈ സംഭവം നടന്നപ്പോൾ കായലോട് വിചാരണ നടക്കുന്നതിനിടയിൽ ഈ സുഹൃത്തിനെ ഭീകരമായി ആക്രമിച്ചതിന് ശേഷം ബന്ധുക്കളോട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വരാൻ വേണ്ടി ബന്ധുക്കൾ വന്നു. ഒപ്പം വന്നവർ കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു, നേതാക്കളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും കുടുംബാംഗങ്ങളുമായിരുന്നു. അവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. ഞാനീ പറയുന്നത് രാഷ്ട്രീയം, ഇതിൻ്റെ രാഷ്ട്രീയം ഈ വ്യക്തിയുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല, അത് പ്രസക്തമായ കാര്യമല്ല. ഇങ്ങനൊരു പ്രചരണം നടന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്, ഉണ്ടാകാനിടയായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ്? ആ വസ്തുത SDPI പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഈ സദാചാര ഗുണ്ടാപ്പണി SDPIക്ക് മാത്രമല്ല, RSSനും ഉണ്ട്. SDPIയും RSSും ഇക്കാര്യത്തിൽ പല കാര്യത്തിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.